ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എത്ര തുരുമ്പ് പിടിച്ച പാത്രമായാലും നമുക്ക് 1 മണിക്കൂറിൽ തന്നെ തുരുമ്പൊക്കെ കളഞ്ഞിട്ട് നോൺ സ്റ്റിക്ക് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത് നല്ലതുപോലെ മയക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞ് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ശേഷം ഈ പാത്രത്തിൻ്റെ തുരുമ്പ് കളയാനായിട്ട് ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് പാത്രം ഫുള്ളായിട്ട് പുരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൗസ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ പാത്രത്തിൻ്റെ പിടിയിലും ആ തുരുമ്പുള്ള ഭാഗത്തും എല്ലാം അത്യാവശ്യം നല്ലതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഞാൻ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. നല്ലതുപോലെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വിനാഗിരിയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡ പുരട്ടി കൊടുത്തിട്ട് ഇതുപോലെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെ തുരുമ്പൊക്കെ അത്യാവശ്യം മാറി വരുന്നതായിരിക്കും. ഇനി വിനാഗിരി നല്ലതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകാം. അപ്പോൾ അത്യാവശ്യം ഇതിനകത്തുള്ള തുരുമ്പൊക്കെ നമുക്ക് നല്ലതുപോലെ മാറി വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉരച്ച് കഴുകുന്ന സമയത്ത് പ്രത്യേകം സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ തന്നെ എടുത്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഇതിൻ്റെ തുരുമ്പ് നല്ലതുപോലെ നമുക്ക് മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ അത്യാവശ്യം തുരുമ്പൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടെ ബേക്കിംഗ് സോഡ നല്ലതുപോലെ അതുപോലെ തന്നെ പുരട്ടി കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പാത്രം കഴുകുന്ന ലിക്വിഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകാം. ഇതുപോലെ 2 പ്രാവശ്യം ചെയ്ത് വരുമ്പോഴത്തേനും പാത്രത്തിലെ തുരുമ്പൊക്കെ നന്നായിട്ട് മാറി വരുന്നതായിരിക്കും. അപ്പോൾ എത്ര കട്ട പിടിച്ച തുരുമ്പായിരുന്നാലും തന്നെ ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ തുരുമ്പ് അത്യാവശ്യം നല്ലതുപോലെ മാറി വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലതുപോലെ ഉരച്ച് കഴുകിയപ്പോൾ തന്നെ തുരുമ്പൊക്കെ നല്ലതുപോലെ എനിക്കിവിടെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വാളംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ കൈ കൊണ്ടിട്ട് നെവിടി യോജിപ്പിച്ചെടുക്കാം. ആവശ്യമെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ കൈ കൊണ്ടിട്ട് തന്നെ ഇതുപോലെ നെവിടി എടുത്തിട്ടുണ്ട്. ഇനി ഈ പുളി ഇതുപോലെ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് പുരട്ടി പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഇതുപോലെ തന്നെ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും പറ്റിപ്പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഈ പാത്രത്തിനകത്തോട്ട് കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തണുത്ത കഞ്ഞിവെള്ളമാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം ചൂടുള്ള കഞ്ഞിവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു വാവട്ടമുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ പാത്രത്തിനുള്ളിൽ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റൗവിനകത്തോട്ട് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതുപോലത്തെ പാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ മറ്റൊരു ഉരുളിയിൽ വെച്ച് കൊടുത്തിട്ട് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ലതുപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി പുളി അതിനകത്ത് തേച്ച് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്തുള്ള തുരുമ്പൊക്കെ നന്നായിട്ട് മാറി കിട്ടുന്നതായിരിക്കും. ഇനി പാത്രം നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് വീണ്ടും ഞാൻ സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ അച്ചാറൊക്കെ തയ്യാറാക്കുന്ന എണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ആ ഒരു വാഴയില ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വാഴയിലയിൽ ചെറിയ കറയൊക്കെ ഉണ്ടാകും. ഇപ്പോൾ വാഴയില ഇട്ടിട്ട് ഇതുപോലെ ചൂടാക്കി എടുക്കുമ്പോഴത്തേനും പാത്രം നല്ലപോലെ നമുക്ക് മഴക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ വാഴയില അതുപോലെ മാറ്റി കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് സവാള ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. അത്യാവശ്യം നമുക്ക് വാഴയില ഇട്ട് വഴറ്റി എടുക്കുമ്പോൾ തന്നെ പാത്രം നമുക്ക് തയ്യാറായി കിട്ടിക്കോളും. ജസ്റ്റ് ഞാൻ സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ പാത്രത്തിനകത്ത് ഒരു ദിവസം ഫുള്ളും ഇതുപോലെ വെച്ചിരിക്കണമെങ്കിൽ നമുക്ക് വെച്ചിരിക്കാവുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഞാനത് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കണ്ടതിൽ വെച്ചിട്ട് പാത്രത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നല്ലതുപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ശേഷം ഇത് തുരുമ്പ് പിടിക്കാതിരിക്കാനായിട്ട് പാചകം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വീണ്ടും നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പുരട്ടി വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എത്ര മാസങ്ങളായാലും നമുക്കിതുപോലെ പാത്രത്തിൽ തുരുമ്പ് കയറത്തില്ല. നമുക്ക് എത്ര തുരുമ്പ് പിടിച്ച പാത്രമായാലും ഇതുപോലെ നോൺ സ്റ്റിക്ക് പോലെ ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.